നമസ്കാരം. ന്യൂസ് ഈവനിംഗിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സേവന മേഖലകൾ സ്വകാര്യവൽക്കരിക്കുന്നത് വ്യാപക ദുരിതത്തിനിടയാക്കുമെന്ന് മന്ത്രി പി പ്രസാദ്. പാലക്കാട്ട് കേരള ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് ഫെഡറേഷൻ AITUC ജില്ലാ സമ്മേളനം. വൈദ്യുതി മേഖലയിലെ കേന്ദ്ര പരിഷ്കാരങ്ങൾ കാർഷിക വ്യാവസായിക മേഖലകളെ തകർക്കുമെന്നും മന്ത്രി. രാജ്യത്തെ രാഷ്ട്രീയ ഭരണകൂടത്തിന്റെ പിടിവാശികൾ ന്യൂനപക്ഷ ക്ഷേമത്തിന് തടസ്സമാകുന്നുണ്ടെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. കേരളത്തിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന 190ഓളം പ്രദേശങ്ങളിൽ ഇന്നും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാനായിട്ടില്ല. മതസാമുദായിക ചിന്തകളും ന്യൂനപക്ഷ ക്ഷേമത്തിന് വെല്ലുവിളിയെന്നും മന്ത്രി. പാലക്കാട്ട് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷന്റെ ജില്ലാ സെമിനാർ. ലക്ഷ്യം അവകാശങ്ങളും ആനുകൂല്യങ്ങളും സംബന്ധിച്ച ബോധവൽക്കരണം. ഭരണക്കാർ കോർപ്പറേറ്റ് ഏജന്റുമാരാകുമ്പോൾ വ്യാപാരികളാണ് ഏറ്റവുമേറെ ക്രൂശിക്കപ്പെടുന്നതെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര. വ്യാപാരികൾക്ക് വോട്ട് ബാങ്കായി മാറാൻ കഴിയണം. വ്യാപാരികളെ ദ്രോഹിക്കുന്ന സർക്കാരിനെതിരെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മറുപടി നൽകും. കുളപ്പുള്ളിയിൽ KVVES ജില്ലാ തെരഞ്ഞെടുപ്പ് യോഗം. ബാബു കോട്ടയിൽ ജില്ലാ പ്രസിഡന്റായി തുടരും. അധ്യാപകരുടെ അവകാശങ്ങൾക്കായി ശബ്ദിക്കാൻ കഴിയുന്നില്ലെങ്കിൽ CPM അനുകൂല സംഘടനയായ KSTയെ പിരിച്ചുവിടണമെന്ന് പാലക്കാട് DCC പ്രസിഡന്റ് A തങ്കപ്പൻ. ഇടതു സർക്കാർ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ തകർത്തു. അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ഒരുപോലെ ദ്രോഹിക്കുന്ന സർക്കാരാണ് ഇതെന്നും A തങ്കപ്പൻ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പാലക്കാട് കളക്ടറേറ്റിലേക്ക് KPSTA നേതൃത്വത്തിൽ അധ്യാപകരുടെ മാർച്ചും ധർണയും. വാർത്തകൾ വിശദമായി. സേവന മേഖലകളെ സ്വകാര്യവൽക്കരിക്കുന്നത് വ്യാപക ദുരിതത്തിനിടയാക്കുമെന്ന് മന്ത്രി പി പ്രസാദ്. കേരള ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് ഫെഡറേഷൻ AITUC പാലക്കാട് ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വൈദ്യുതി മേഖലയിലെ കേന്ദ്ര പരിഷ്കാരങ്ങൾ കാർഷിക വ്യാവസായിക മേഖലകളെ തകർക്കുമെന്നും പി പ്രസാദ് ചൂണ്ടിക്കാട്ടി. ആരോഗ്യം, വെള്ളം, വൈദ്യുതി, ഗതാഗതം എന്നിവ സേവന മേഖലയിൽ നിലനിൽക്കേണ്ടതാണ്. എല്ലാറ്റിനും പണമെന്ന ചിന്താഗതിയാണ് സേവന മേഖലകളെപ്പോലും സ്വകാര്യവൽക്കരിക്കാൻ പ്രേരിപ്പിക്കുന്നത്. റെയിൽവേ സ്വകാര്യവൽക്കരണ നീക്കത്തിന്റെ കെടുതികൾ അനുഭവമാണ്. എന്നിട്ടും സേവന മേഖലകളെ സ്വകാര്യവൽക്കരിക്കുന്നത് കുത്തകകളുടെ കീശ നിറയ്ക്കാനാണ്. വൈദ്യുതി മേഖലയിലെ പരിഷ്കാരങ്ങൾ കാർഷിക വ്യവസായ മേഖലകളെ പ്രതിസന്ധിയിലാക്കുമെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. അത്തരം നിയമങ്ങൾ വന്നു കഴിയുമ്പോൾ നാട്ടിലെ സാധാരണ ജനതയ്ക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാവും. ഇത്തരം സമയം എന്തിനാണ് ഈ പൊതുമേഖലയിൽ നിൽക്കുന്നത്? ഇതൊക്കെ പൊതുമേഖലയിൽ നിൽക്കേണ്ട കാര്യമല്ല. കേവലം ലാഭനഷ്ടത്തിന്റെ കണക്ക് വെച്ച് മാത്രം ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ് ഇതെന്നതിലേക്ക് എത്തുമ്പോൾ സാധാരണക്കാരൻ്റെയും പാവപ്പെട്ടവരുടെയും മുഖം അവിടെ നിന്ന് നോക്കും. ലാഭത്തിൻ്റെയും നഷ്ടത്തിൻ്റെയും തോത് വെച്ച് മാത്രം നമ്മൾ സേവന മേഖലയെ അളക്കാൻ പോയാൽ സേവനം എന്നതായിരിക്കും ഇല്ലാണ്ടാവുന്നത്. പ്രസിഡന്റ് മണി കുളങ്ങര അധ്യക്ഷത വഹിച്ചു. CPI ജില്ലാ സെക്രട്ടറി KP സുരേഷ് രാജ്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ V കൃഷ്ണദാസ്, രമേശ്, AM ഷിറാസ്, KR മോഹൻദാസ്, KM ജോയ്, ശശികുമാർ, മോഹനൻ, MC അനന്തൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. രാജ്യത്ത് രാഷ്ട്രീയ ഭരണകൂടങ്ങളുടെ പിടിവാശി ന്യൂനപക്ഷ ക്ഷേമത്തിന് പലപ്പോഴും തടസ്സമാകുന്നുണ്ടെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. പാലക്കാട് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ സംഘടിപ്പിച്ച ജില്ലാ സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കേരളത്തിൽ പിന്നോക്ക വിഭാഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന 190ഓളം പ്രദേശങ്ങളിൽ ഇന്നും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാനായിട്ടില്ലെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. ന്യൂനപക്ഷങ്ങളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് മതസാമൂഹ്യ ചിന്തകളും രാജ്യത്തെ ഭരണകൂട സംവിധാനങ്ങളും തടസ്സമാകുന്നുണ്ടെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ചൂണ്ടിക്കാട്ടി. ലോകത്ത് വിദ്യാഭ്യാസം ലഭിക്കാത്ത 30% പേർ ഇന്ത്യയിലാണ്. കേരളത്തിൽ പിന്നോക്ക വിഭാഗക്കാർ താമസിക്കുന്ന 190ലധികം ഇടങ്ങളിൽ അടിസ്ഥാന സൗകര്യം എത്തിക്കാനായിട്ടില്ല. അവകാശങ്ങൾ അനുവദിക്കുന്നതിലും അനീതി തുടരുകയാണ്. സ്ഥലനാമങ്ങൾ മാറ്റിയും വർഗീയ ലഹളകൾ സൃഷ്ടിച്ചും പിന്നോക്ക വിഭാഗങ്ങളെ കൊള്ളയടിക്കുന്നു. മണിപ്പൂർ കലാപം ഇതിന് ഉദാഹരണമാണെന്നും മന്ത്രി പറഞ്ഞു. എന്ന് പറഞ്ഞപ്പോൾ അത് നമുക്ക് വേണ്ട എന്നാണ് നമ്മുടെ ബന്ധപ്പെട്ടവർ പറയുന്നത്. ഞങ്ങൾ പറഞ്ഞു ആദ്യം അവർക്ക് കൊടുത്തിട്ടേ നമുക്ക് അവകാശമുള്ളൂ, അവർക്ക് കൊടുക്കണം എന്നുള്ളത് തീരുമാനമായി. 190 മറ്റ് സാമ്പത്തികമായി കഴിവുള്ളവർക്ക് കൊടുക്കാനൊക്കെ ശക്തിയുണ്ട്. അപ്പോൾ അത് ഈ ദുഃഖം അനുഭവിക്കുന്നവരും എല്ലാവരെയും കൂട്ടിച്ചേർക്കണ്ടേ?
അതാണ് ഈ ഞാൻ പറഞ്ഞ പോലെ 30% കുട്ടികൾക്ക് വിദ്യാഭ്യാസമില്ലാത്ത കുട്ടികൾ ലോകത്തിലെ ജനസംഖ്യയിൽ 30% ഇവിടെ ഇന്ത്യയിലാണ്. അതിൽ ഹിന്ദുവുണ്ട്, മുസ്ലിമുണ്ട്, ക്രിസ്ത്യാനിയുണ്ട്. അതിൻ്റെ ഒരു യോജിപ്പ് പൊക്കിയെടുത്താൽ തീർച്ചയായും ഈ വർഗീയത നമുക്ക് ഇല്ലാതെ എടുക്കുക. അതാണ് മണ്ഡൽ കമ്മീഷൻ വന്നപ്പോൾ വർഗീയതയ്ക്ക് ഒരു ശമനം വന്നു അല്ലേ. സെമിനാറിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 600 പ്രതിനിധികൾ പങ്കെടുത്തു. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് എ റഷീദ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര മുഖ്യാതിഥിയായിരുന്നു. കമ്മീഷൻ അംഗങ്ങളായ പി റോസ, എ സൈഫുദ്ദീൻ ഹാജി, സംഘാടക സമിതി ചെയർമാൻ ബേബി മാത്യു, ജനറൽ കൺവീനർ എം സുലൈമാൻ തുടങ്ങിയവർ സംസാരിച്ചു. ലഭ്യമായ ആനുകൂല്യങ്ങൾ സംബന്ധിച്ച് ന്യൂനപക്ഷങ്ങളെ ബോധവൽക്കരിക്കുക എന്നതായിരുന്നു സെമിനാറിൻ്റെ ലക്ഷ്യം. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഭരണക്കാർ കോർപ്പറേറ്റ് ഏജന്റുമാരാകുമ്പോൾ വ്യാപാരികളാണ് ഏറ്റവുമേറെ ക്രൂശിക്കപ്പെടുന്നതെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര കുളപ്പുള്ളിയിൽ KVVS പാലക്കാട് ജില്ലാ തെരഞ്ഞെടുപ്പ് യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വ്യാപാരികൾക്ക് വോട്ട് ബാങ്കായി മാറാനായാൽ മാത്രമേ ഇപ്പോൾ നേരിടുന്ന അവഗണന അവസാനിപ്പിക്കാനാകൂവെന്നും രാജു അപ്സര പറഞ്ഞു. ബാബുകോട്ടയിൽ KVVES ജില്ലാ പ്രസിഡന്റായി തുടരും. കേരളത്തിൽ വ്യാപാരികൾ ഇന്ന് കടുത്ത പ്രതിസന്ധിയിലാണെന്ന് രാജു അപ്സര പറഞ്ഞു. മാറി മാറി വരുന്ന സർക്കാരുകളും ഉദ്യോഗസ്ഥരും ഏറ്റവുമേറെ ക്രൂശിക്കുന്നത് വ്യാപാരികളെയാണ്. കോർപ്പറേറ്റ് താൽപ്പര്യങ്ങളാണ് ഭരണക്കാർക്ക് പ്രധാനം. വ്യാപാരികൾ വോട്ട് ബാങ്കായി മാറിയാൽ ഈ അവഗണന അവസാനിപ്പിക്കാനാകും. വ്യാപാരി സമൂഹം ഗൗരവത്തോടെ ചിന്തിക്കേണ്ട കാര്യമാണിതെന്നും രാജു അപ്സര പറഞ്ഞു. വ്യാപാരികളുടെ ന്യായമായ ആവശ്യങ്ങൾക്ക് നേരെ മുഖം തിരിക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ ധാർഷ്ട്യത്തിനെതിരെ വരുന്ന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വ്യാപാരികൾ മറുപടി നൽകുമെന്നും രാജു അപ്സര കൂട്ടിച്ചേർത്തു. നമ്മുടെ സംഘടന ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. വ്യാപാരി വലിയ പ്രതിസന്ധിയിലാണ്. ഏത് ഗവൺമെന്റ് വന്നാലും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നത് നമ്മളെയാണ്. നമ്മളോട് യാതൊരു വിധമായ താല്പര്യപൂർവ്വ സമീപനം ഗവൺമെന്റ് എടുക്കുന്നില്ല. മുഖ്യമന്ത്രിക്ക് താല്പര്യമുണ്ടായിട്ട് കാര്യമില്ല, വകുപ്പ് മന്ത്രിക്ക് താല്പര്യമില്ല, വകുപ്പ് മന്ത്രിക്ക് താല്പര്യമുണ്ടായിട്ട് കാര്യമില്ല, ഉദ്യോഗസ്ഥന്മാർക്ക് താല്പര്യമില്ല. എല്ലാവരും വ്യാപാരികളെ ക്രൂശിക്കുന്നു. പലരും എനിക്ക് മനസ്സിലായിടത്തോളം കോർപ്പറേറ്റിൻ്റെ ഏജന്റുമാരായിട്ടാണ് പലരും പ്രവർത്തിക്കുന്നത്. നമുക്ക് വേണ്ടി സംസാരിക്കാൻ നിയമസഭയിൽ ആളില്ല. ഒരുപക്ഷെ ബാബുക്കോട്ടയിൽ പാലക്കാട് നിന്ന് MLA ആയിട്ട് വന്ന ഒരു പരിധിവരെ പ്രശ്നം നിങ്ങൾ ഒത്തൊരുമിച്ച് ശ്രമിച്ചാൽ നടക്കുന്നത്. നിങ്ങൾ ഒത്തൊരുമിച്ച് ശ്രമിച്ചാൽ അല്ലാതെ നമ്മുടെ പ്രശ്നങ്ങൾ പാലക്കാട് ജില്ലയായാലും കേരളത്തിലായാലും പരിഹാരം ഉണ്ടാക്കാൻ വലിയ പ്രയാസമാണ്. കാരണം നമ്മൾ രാഷ്ട്രീയക്കാരുടെ ചെന്ന് പറയുമ്പോൾ അവർക്ക് വലിയ ഗർവമാണ്. അവർ നമ്മുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നില്ല. നമ്മളെ മുതലാളിമാരായിട്ടാണ് കാണുന്നത്. നമ്മളെ തള്ളിപ്പറയുമ്പോൾ കയ്യടി കിട്ടുമെന്നൊരു അന്ധമായ ധാരണയാണ് അവർക്കുള്ളത്. അതിന് പരിഹാരം ഇതല്ലാതെ മറ്റു മാർഗമൊന്നുമില്ല. അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. നിങ്ങളൊരു വോട്ട് ബാങ്കായി മാറണം. അത് വളരെ ഗൗരവമായി എടുക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ പ്രശ്നങ്ങൾ നിയമസഭയിലൂടെയും അതോടൊപ്പം ജനപ്രതിനിധി സഭകളിലൂടെയും ഗവൺമെന്റിൽ എത്തിക്കാൻ പറ്റൂ. അതിനുള്ള തയ്യാറെടുപ്പുകൾ നിങ്ങൾ തുടങ്ങി വെക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ. ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് 2024 മുതൽ 2026 വരെയുള്ള പാലക്കാട് ജില്ലാ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് നടന്നു. ദേവസ്യ മേച്ചേരി വരണാധികാരിയായിരുന്നു. ബാബു കോട്ടയിലിനെ വീണ്ടും പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. ജനറൽ സെക്രട്ടറിയായി KA ഹമീദിനെയും ട്രഷററായി KK ഹരിദാസിനെയും തിരഞ്ഞെടുത്തു. സംസ്ഥാന ഭാരവാഹികളായ കുഞ്ഞാവു ഹാജി, S ദേവരാജൻ, തോമസ് കുട്ടി, PC ജേക്കബ്, AJ ഷാജഹാൻ, KV അബ്ദുൽ ഹമീദ്, K അഹമ്മദ് ഷെരീഫ്, സണ്ണി പെമ്പിളിൽ, ബാബു ഹാജി, VM ലത്തീഫ്, സബിൽ രാജ്, AJ റിയാസ്, സലീം രാമനാട്ടുകര, സുബൈദ നാസർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. അധ്യാപകരുടെ അവകാശങ്ങൾക്കായി ശബ്ദിക്കാൻ കഴിയുന്നില്ലെങ്കിൽ CPM അനുകൂല സംഘടനയായ KSTയെ പിരിച്ചുവിടണമെന്ന് പാലക്കാട് DCC പ്രസിഡന്റ് A തങ്കപ്പൻ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KPSTA നടത്തിയ പാലക്കാട് കളക്ടറേറ്റ് മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു A തങ്കപ്പൻ. അധ്യാപകരുടെ ജോലി സുരക്ഷിതത്വവും വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സൗകര്യവും ഇല്ലാതാക്കിയ സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് A തങ്കപ്പൻ കുറ്റപ്പെടുത്തി. ആനുകൂല്യങ്ങളുടെ കടക്കൽ സർക്കാർ കത്തിവെച്ചു. കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിന് പോലും ഫണ്ട് അനുവദിക്കുന്നില്ല. പാഠപുസ്തകവും യൂണിഫോമും സ്കൂൾ തുറന്ന് 1 മാസം കഴിഞ്ഞിട്ടും കിട്ടാത്ത സ്ഥിതിയാണ്. എങ്ങനെ വിദ്യാഭ്യാസ മേഖലയെ തകർക്കാമെന്ന ഗവേഷണമാണ്
ഇടതു സർക്കാർ നടത്തുന്നതെന്നും എ തങ്കപ്പൻ കുറ്റപ്പെടുത്തി. KSTA കൊടുവായൂര് അന്തസ്സുണ്ടെങ്കിൽ ഇതൊക്കെ ഇത് നമ്മുടെ ഒരു രാഷ്ട്രീയ പ്രേരിതമായ സമരമല്ല, എല്ലാ അധ്യാപകർക്കും ബാധിക്കുന്ന ഒരു സമരമാണിത്. ഇത് KPSCക്കാർക്ക് മാത്രമല്ല, എല്ലാവർക്കും ബാധിക്കുന്ന സമരത്തിൽ നിന്ന് KSTA വിട്ടു നിന്ന ആ സംഘടന പിരിച്ചുവിട്ട് വേറെ വല്ല പണിക്ക് പോകുന്നതാണ് ആ സംഘടനയ്ക്ക് ഉദ്യോഗം. കാരണം നമ്മൾ നിൽക്കുന്ന ഏത് മേഖലയാണെങ്കിലും ആ മേഖലയിലെ ആ ജീവനക്കാരുടെ അവകാശങ്ങൾക്ക് പോരാടുക എന്നുള്ളതാണ് സംഘടന കർത്തവ്യം. ഇത് നിങ്ങൾ തന്നെ ഇതിനു മുമ്പ് ഐക്യജനാധിപത്യ മുന്നണിയുടെ AK ആന്റണി മരിക്കുമ്പോൾ ഇതേ മുന്നിൽ സമരം ചെയ്തപ്പോ ആ ആർജവം അന്തസ്സുണ്ടെങ്കിൽ CPMന്റെ സംഘടന കാണിക്കണം. അവർ കാണിക്കില്ല. പക്ഷെ ഒന്നുണ്ട്, അവർ കാണിക്കേണ്ട ആ നേതാക്കന്മാരെ ഉണ്ടാവുള്ളൂ. അതിന്റെ അണികൾ മുഴുവൻ മാറി എന്ന് പറയുന്നില്ലേ. ഒരു കൊടുവായൂര് മാത്രമല്ല, ധാരാളം സ്കൂളുകളിൽ നിന്ന് അധ്യാപകർ മൗനമായിട്ട് നിങ്ങൾക്കുള്ള പിന്തുണയുണ്ട്. KPSTA ജില്ലാ പ്രസിഡന്റ് ഷാജി എസ് തെക്കേതിൽ അധ്യക്ഷത വഹിച്ചു. KPCC അംഗം P ഹരിഗോവിന്ദൻ, KPSTA സംസ്ഥാന കമ്മിറ്റി അംഗം B സുനിൽകുമാർ, രമേഷ് പാലപ്പുറം, ബീരാൻ, സുമേഷ്, രാജേഷ്, ശ്രീജേഷ്, ജെയിംസ്, രാജലക്ഷ്മി, ഹരിനാരായണൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഓട്ടോ ടാക്സി ടെമ്പോ വർക്കേഴ്സ് യൂണിയൻ CITU പട്ടാമ്പി മുനിസിപ്പൽ സമ്മേളനം നടന്നു. CITU പട്ടാമ്പി ഡിവിഷൻ സെക്രട്ടറി AV സുരേഷ് ഉദ്ഘാടനം ചെയ്തു. രാജൻ സ്മാരകത്തിലായിരുന്നു മുനിസിപ്പൽ സമ്മേളനം. രാവിലെ സമ്മേളന നഗരിയിൽ പതാക ഉയർത്തിയതോടെ മുനിസിപ്പൽ സമ്മേളനത്തിന് തുടക്കം കുറിച്ചു. CITU പട്ടാമ്പി ഡിവിഷൻ പ്രസിഡന്റ് AV സുരേഷ് ഉദ്ഘാടനം ചെയ്തു. അവർക്ക് അവർ അഡ്രസ് ചെയ്യുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഈ തൊഴിൽ മേഖല ശരിയായ രൂപത്തിൽ മുന്നോട്ട് പോകുന്നത് ഈ മേഖലയിൽ തൊഴിലെടുക്കുന്ന തൊഴിലാളികളുടെ തൊഴിൽ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിന് വളരെ വ്യക്തമായ നിലപാട് സ്വീകരിച്ച് തൊഴിൽ മേഖലയിൽ തൊഴിലാളികൾ അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ ഡിമാൻഡാക്കി വെച്ചുകൊണ്ട് ആവശ്യമാണെങ്കിൽ വലിയ പ്രക്ഷോഭങ്ങൾക്കും സമരങ്ങൾക്കും നേതൃത്വം കൊടുത്തു. അജയ്കുമാർ, MR ജയശങ്കർ, ഓട്ടോ ടാക്സി ടെമ്പോ വർക്കേഴ്സ് യൂണിയൻ CITU മുനിസിപ്പൽ കമ്മിറ്റി നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഷൊർണൂരിൽ ഓട്ടോ ടാക്സി ടെമ്പോ ഡ്രൈവേഴ്സ് യൂണിയൻ മുനിസിപ്പൽ സമ്മേളനം നടന്നു. CITU പാലക്കാട് ജില്ലാ ജോയിന്റ് സെക്രട്ടറി S കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യത്തെ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ, സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങളെല്ലാം തന്നെ മറികടക്കാൻ വേണ്ടി കഴിയുമെന്നുള്ള ധാരണയിലാണ് മുന്നോട്ട് പോയത്. അങ്ങനെ മുന്നോട്ട് പോയപ്പോൾ ആ മുന്നോട്ട് പോയതിനെല്ലാം വളരെ ശക്തമായ തിരിച്ചടിയാണ് ഇന്ന് രാജ്യത്ത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. BJP കഴിഞ്ഞ 2 ഗവൺമെന്റ് രൂപീകരിക്കുമ്പോഴും അവർക്ക് വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഗവൺമെന്റ് ആണെങ്കിൽ വളരെ മൃഗീയമായ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് BJPക്ക് ഭൂരിപക്ഷമില്ല. അവർ മുന്നണി എന്നുള്ള നിലയ്ക്ക് ഭരണം നടത്താനുള്ള ഭൂരിപക്ഷം മാത്രമാണ് ഇന്ന് ഈ ഗവൺമെന്റിന് കിട്ടിയിട്ടുള്ളത്. സമ്മേളനത്തിൽ M സന്തോഷ് അധ്യക്ഷത വഹിച്ചു. C ഉണ്ണികൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. യൂണിയൻ ഒറ്റപ്പാലം ഡിവിഷൻ പ്രസിഡന്റ് ജോൺസൺ ജേക്കബ്, സെക്രട്ടറി PA രാമൻകുട്ടി, ഡിവിഷൻ കമ്മിറ്റി അംഗങ്ങളായ ശ്രീജിത്ത്, K പ്രകാശൻ, VK അഭിലാഷ് എന്നിവർ പ്രസംഗിച്ചു. ഷൊർണൂർ തൃശൂർ PWD റോഡിൻ്റെയും നഗരസഭാ പരിധിയിലെ മുഴുവൻ റോഡുകളുടെയും ശോച്യാവസ്ഥ ഉടൻ പരിഹരിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. ഭാരവാഹികളായി ND ദിൻഷാദ് പ്രസിഡന്റ്, C ഉണ്ണികൃഷ്ണൻ സെക്രട്ടറി, M സന്തോഷ് ട്രഷറർ, K പ്രകാശൻ, K നാരായണദാസ് വൈസ് പ്രസിഡന്റുമാർ, VK അഭിലാഷ്, KP ശിവൻ ജോയിന്റ് സെക്രട്ടറി തുടങ്ങിയവരെ തെരഞ്ഞെടുത്തു. KP അഭിലാഷ് നന്ദി പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കനത്ത മഴയെ തുടർന്ന് വെള്ളക്കെട്ടിലായി പള്ളം ദേശമംഗലം കനാൽ റോഡ്. രാത്രികാലങ്ങളിൽ ഇരുചക്രവാഹനങ്ങൾ കനാലിലേക്ക് മറിയുന്നതും ഇവിടെ പതിവാണ്. ദേശമംഗലത്തേക്ക് എളുപ്പത്തിലെത്താൻ സാധിക്കുന്നതിനാലാണ് നിരവധി പേർ ഈ റോഡിനെ ആശ്രയിക്കുന്നത്. ജനങ്ങളുടെ ദുരിതം കണ്ടിട്ടും അധികൃതർ ഇപ്പോഴും മൗനത്തിലാണ്. ദേശമംഗലം ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള റോഡാണ്. കനാലും റോഡും തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ വെള്ളം നിറഞ്ഞു നിൽക്കുന്നത്. രാത്രികാലങ്ങളിൽ ഇരുചക്ര വാഹനങ്ങൾ കനാലിലേക്ക് വീഴുന്നതും പതിവ് കാഴ്ചയാണ്. മംഗലം കനാൽ റോഡാണ് ഇത്. ഒരുപാട് വർഷമായി, ഇതിപ്പോൾ 2-3 വർഷമായി ഇതേ രീതിയിൽ മഴക്കാലമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേ അവസ്ഥയിൽ. ഇതിലൂടെ പ്രായ ആൾക്കാർ പോകുന്നുണ്ട്, അതുപോലെ സ്കൂൾ കുട്ടികൾ പോകുന്നുണ്ട്. ഇതിപ്പോൾ ഒരു മഴ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. യാത്രക്കാർക്ക് സഞ്ചരിക്കാനാണെങ്കിലും നടക്കാനാണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. വാഹനങ്ങൾ പോകുന്ന ഇറിഗേഷന്റെ കനാലും മാലിന്യങ്ങൾ കൊണ്ട് വൃത്തിഹീനമായ അന്തരീക്ഷത്തിലാണ് കിടക്കുന്നത്.
ഇത് ശുദ്ധീകരിക്കാനോ റോഡിന് സമീപത്തുള്ള കാട് പിടിച്ചു കിടക്കുന്ന പ്രദേശം വെട്ടിമാറ്റി ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താനോ അധികൃതർ തയ്യാറാകുന്നില്ലെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. ഇരുചക്ര വാഹനത്തിൽ സ്ത്രീകളടക്കം നിരവധി പേരാണ് റോഡിലെ കുഴിയിൽ വീഴുന്നത്. ദേശവനം കനാൽ റോഡാണ് ഈ നമ്മുടെ ഇപ്പോൾ ഇവർ പറഞ്ഞ് ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഒരുപാട് ബസ് റൂട്ടൊക്കെ ഉള്ള സ്ഥലമാണ്. അതുപോലെ ദേശവനം പറ്റുപറ്റൂർ വണ്ടികളൊക്കെ പോണ റോഡുകളാണ്. വളരെ ശോചനീയാവസ്ഥയാണ് ഇവിടുത്തെ റോഡും പൊളിഞ്ഞിട്ടും. അതുപോലെ ഇവിടെ പാലം കൈവരില്ല. ഭയങ്കര അപകടാവസ്ഥയാണ്. ഭയങ്കര റോഡിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് ഫോട്ടോ കണ്ടാൽ അറിയാം. പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തുനിന്ന് ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുമെന്ന് നാട്ടുകാർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. ഷൊർണൂർ കൊച്ചിപ്പാലം മുതൽ കുളപ്പുള്ളി വരെയുള്ള റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്ന് SDPI ആവശ്യമുന്നയിച്ച് SDPI ഷൊർണൂർ മുനിസിപ്പൽ കമ്മിറ്റി പ്രക്ഷോഭത്തിന് തുടക്കം കുറിച്ചു. അനാസ്ഥ തുടർന്നാൽ സമരം ശക്തമാക്കുമെന്ന് നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. തകർച്ചയിലായ പാതയിൽ അപകടങ്ങൾ തുടർക്കഥയാകുമ്പോഴും അധികാരികൾ പുലർത്തുന്ന നിസ്സംഗതയിൽ പ്രതിഷേധിച്ചാണ് SDPI ഷൊർണൂർ മുനിസിപ്പൽ കമ്മിറ്റി പ്രത്യക്ഷ സമരപരിപാടികൾ ആരംഭിച്ചത്. 4 വർഷം മുമ്പ് തുടക്കം കുറിച്ച റോഡ് നവീകരണം ഇനിയും പൂർത്തിയാക്കാൻ കഴിയാത്തത് ഭരണക്കാരുടെ കഴിവുകേടുകൊണ്ടാണെന്ന് SDPI നേതാക്കൾ ആരോപിച്ചു. ആംബുലൻസുകൾ ഉൾപ്പെടെ 100 കണക്കിന് വാഹനങ്ങളാണ് നിത്യേന ഇതിലെ കടന്നുപോകുന്നത്. പ്രധാനപ്പെട്ട പാതയുടെ ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ സത്വര നടപടിയുണ്ടാകണമെന്ന് SDPI ആവശ്യപ്പെട്ടു. ഭരണാധികാരികളുടെ കണ്ണു തുറക്കും വരെ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് നേതാക്കൾ പറഞ്ഞു. മുനിസിപ്പൽ സെക്രട്ടറി സക്കീർ കല്ലിങ്ങൽ മുഖ്യപ്രഭാഷണം നടത്തി. പ്രസിഡന്റ് ഫൈസൽ ആലഞ്ചേരി അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം മജീദ് ഷൊർണൂർ, മണ്ഡലം വൈസ് പ്രസിഡന്റ് TM മുസ്തഫ, ജനറൽ സെക്രട്ടറി സിദ്ദിഖ് ഷൊർണൂർ, സെക്രട്ടറി മുസ്തഫ കുളപ്പുള്ളി, കൗൺസിലർ ഹസീന അഷറഫ്, മുനിസിപ്പൽ ജോയിന്റ് സെക്രട്ടറി M യാസിർ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. ഷൊർണൂർ പാലം വരെയുള്ള റോഡിന്റെ പണി തുടങ്ങി വെച്ചിട്ട് ഇതുവരെ അത് പൂർത്തീകരിക്കാൻ പോലും കഴിയാത്ത ഒരു ഗവൺമെന്റാണ് നമ്മുടെ നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 3 മഴക്കാലങ്ങൾ കഴിഞ്ഞിട്ടും ഈ റോഡിന്റെ പണി പൂർത്തീകരിക്കാത്തതുകൊണ്ട് നിരവധി അപകടങ്ങളാണ് ഈ റോഡിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് സെന്റർ ഷൊർണൂർ. കനത്ത മഴയെ തുടർന്ന് വെള്ളക്കെട്ടിലായി മുള്ളൂർക്കര പഞ്ചായത്തിലെ 13-ാം വാർഡിൽ ഉൾപ്പെടുന്ന പട്ടമ്മാർകുണ്ട് ഹൈസ്കൂൾ റോഡ്. ദുരിതയാത്രയ്ക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ നിരവധി തവണ പഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. മുള്ളൂർക്കര NSS ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പോകുന്ന മിക്കവാറും വിദ്യാർത്ഥികളും ഈ വഴിയെയാണ് ആശ്രയിക്കുന്നത്. മഴ പെയ്താൽ ഇതിലൂടെയുള്ള യാത്ര വിദ്യാർത്ഥികൾക്കും പ്രദേശവാസികൾക്കും ഒരുപോലെ ദുഷ്കരമാണ്. കനത്ത മഴയുള്ള സമയമാണെങ്കിൽ ഇതുവഴി എത്തിയാൽ കുട ചൂടിയാൽ പോലും ശരീരമാസകലം നനഞ്ഞു വേണം വിദ്യാർത്ഥികൾക്ക് സ്കൂളിലെത്താൻ. പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ നിരവധി തവണ പഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകിയിരുന്നെങ്കിലും നടപടിയായില്ല. ഒരാളെ സ്കൂളിൽ വരുമ്പോൾ വെള്ളക്കെട്ട് കാരണം സ്കൂളിലേക്ക് നേരം വൈകുക, മേത്താകെ ചെളിയാവുക, ആകെ ബുദ്ധിമുട്ടാണ് ഈ വെള്ളക്കെട്ട് കാരണം. അധികൃതർ ഇതിന് വേണ്ട നടപടി ഉടനെ എടുക്കേണ്ടതാണ്. വിദ്യാർത്ഥികളുടെയും പ്രദേശവാസികളുടെയും ദുരവസ്ഥ മനസ്സിലാക്കിയ പരിസരവാസിയായ AM അഹമ്മദ് വെള്ളക്കെട്ട് നിറഞ്ഞ റോഡിനു പകരം തന്റെ വഴിയിലൂടെ കടന്നുപോകാനുള്ള സൗകര്യം ഒരുക്കി നൽകിയതോടെയാണ് താൽക്കാലിക ആശ്വാസമായത്. റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാനുള്ള നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പൊതുജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ശക്തമായ പ്രതിഷേധ പരിപാടിയുമായി മുന്നോട്ടു പോകുമെന്ന് നാട്ടുകാരായ AM അഹമ്മദ്, PM രാജൻ, T ശങ്കരനാരായണൻ തുടങ്ങിയവർ പറഞ്ഞു. ഇവിടെ ഇത് ഞങ്ങൾ 1, 2, 3 വർഷമായിട്ടുള്ളത് തുടർച്ചയായി ഓരോ മഴക്കാലം വരുമ്പോഴും ഞങ്ങൾ പഞ്ചായത്തിന് പരാതി കൊടുക്കുക. യാതൊരു നടപടികളും അവർ സ്വീകരിക്കുന്നില്ല. ഈ വെള്ളക്കെട്ട് മൂലം ഇത് ഹൈസ്കൂളിലേക്കുള്ള വഴി കൂടിയാണ്. ഇതിൽ ഒരുപാട് യാത്രക്കാരും അതിന് ഹൈസ്കൂളിലേക്കുള്ള വിദ്യാർത്ഥിനികൾ മുഴുവൻ ഇതിലാണ് യാത്ര ചെയ്യുന്നത്. വളരെ ദുരിതം അനുഭവിച്ചുകൊണ്ടാണ് അവർ ഇത് കൂടെ പോകുന്നത്. ഇത് എത്ര തന്നെ പറഞ്ഞാലും പഞ്ചായത്ത് മെമ്പർ 13-ാം വാർഡിലെ സാദിയ അമീറിൻ്റെ വാർഡാണ്. പക്ഷെ അവരോട് പല പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടും അവർക്ക് യാതൊരു കൂസലും ഇല്ല, ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യുന്നില്ല. മനസ്സിലായി, അത്ര കണ്ട് ഇതാണ് അവർക്ക്. അത്രയും ധാർഷ്ട്യത്തോടു കൂടിയാണ് അവർ സംസാരിക്കുന്നത്. നമ്മൾ അവരോട് സംസാരിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ മുഖം പോലും അവർ തരുന്നില്ല. മനസ്സിലായി, അത് നമ്മൾ രണ്ടുവാക്ക് അങ്ങോട്ട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ റേഡിയോ മാതിരി എന്നാണ് അവർ തിരിച്ചു ചോദിക്കുന്നത്. ഞാനിതിപ്പോൾ എൻ്റെ ഈ വളപ്പിൽ കൂടെ ഞാൻ ആളുകൾക്ക് സൗകര്യം ചെയ്യാൻ വേണ്ടി ഞാൻ പുല്ല് വെട്ടി കൊടുത്തിരിക്കുകയാണ്. ആൾക്കാർ മുഴുവൻ ഈ വളപ്പിൽ കൂടെയാണ് ഇപ്പോൾ പോകുന്നത്. മനസ്സിലായിട്ട് അതുകൂടി ചെയ്തിട്ടില്ലെങ്കിൽ ഇതിൽ നടക്കാൻ ഇതിപ്പോൾ മഴ കൊല്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഇത്ര വെള്ളം. മഴ പെയ്ത് കഴിഞ്ഞാൽ മുട്ടിനൊപ്പം വെള്ളമാണ് ഇവിടെ നിൽക്കുന്നത്.
അതുകൊണ്ട് ദയവ് ചെയ്ത് പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇനിയെങ്കിലും ഒരു നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ ഞങ്ങളിവിടെ വാഴ വെക്കുക അല്ലെങ്കിൽ ഇത് കൃഷി ചെയ്യേണ്ട സ്ഥലമാരി ആക്കി മാറ്റേണ്ടി വരും. അതുകൊണ്ട് ബഹുമാനപ്പെട്ട പഞ്ചായത്തിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് ഇതിനൊരു നടപടി ഉണ്ടാവണം എന്നുള്ളതാണ്. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. കോട്ടായി വറോഡ് NSS കരയോഗവും സേവാഭാരതി കോട്ടായി യൂണിറ്റും സംയുക്തമായി നേത്രപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. പാലക്കാട് ട്രിനിറ്റി കണ്ണാശുപത്രിയാണ് നേത്രപരിശോധനാ ക്യാമ്പിന് നേതൃത്വം നൽകിയത്. വറോഡ് കരയോഗം മന്ദിര ഹാളിൽ നടന്ന നേത്രപരിശോധനാ ക്യാമ്പിൽ കരയോഗം സെക്രട്ടറി KN ബാലസുബ്രഹ്മണ്യൻ മാസ്റ്റർ അധ്യക്ഷനായി. A. ശ്രീകുമാരൻ നായർ, KP കൃഷ്ണകുമാർ, MV മോഹനൻ, V. രാജശേഖരൻ, സേവാഭാരതി കോട്ടായി യൂണിറ്റ് ഭാരവാഹി K. മാധവേശ്വരൻ, പാലക്കാട് ട്രിനിറ്റി കണ്ണാശുപത്രി പബ്ലിക് റിലേഷൻ ഓഫീസർ ശ്രീജേഷ്, ഡോക്ടർ ആര്യ തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി രോഗികൾ ക്യാമ്പിൽ പരിശോധനയ്ക്കെത്തി. ഒരു എല്ല് പൊട്ടി ഒരു കിടപ്പിലായാൽ അവന് എന്തെല്ലാം അവന്റെ അവയവങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അവന് ആ മരിച്ചതിന് തുല്യമാണ്. അതുപോലെ തന്നെ അവന്റെ ത്വക്ക്, അതുപോലെയാണ് അവന്റെ കണ്ണ്. മറ്റെല്ലാറ്റിനും സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ടാകുമ്പോൾ ഇത് മാത്രം സംരക്ഷിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. സംരക്ഷിക്കപ്പെടുന്നത് എങ്ങനെയാണ്? ഇതുപോലെയുള്ള ഹോസ്പിറ്റലുകൾ പാലക്കാട്ടിലെ ആദ്യമായിട്ട് അവർക്ക് ഒരു ചെറിയ ഹോസ്പിറ്റൽ ആരംഭിച്ചു, പിന്നെ അത് വിപുലീകരിച്ചു. ഇപ്പൊ മണലയിൽ അതിനേക്കാൾ. ന്യൂസ് ബ്യൂറോ കോട്ടായി. ചെറുതുരുത്തി സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം നടന്നു. വിജയോത്സവം പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ UR പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഇതിന്റെ പുറകിൽ മാധ്യമങ്ങളിൽ നിന്ന് വാർത്ത കിട്ടാൻ വേണ്ടിയല്ല കേരളം ഇങ്ങനെ ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. നാളത്തെ തലമുറ അവർ സ്വസ്ഥമായി നല്ല അന്തരീക്ഷത്തിൽ പഠിക്കണം. ആ പഠനത്തിന് ഒരു ജനകീയ പിന്തുണ കൊടുക്കണം. കുട്ടികൾക്ക് വീട്ടിൽ നിന്ന് പഠിപ്പിച്ച് വിട്ട് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പഠിച്ച് പിന്നെ സ്കൂളിൽ നിന്ന് പഠിച്ച് അങ്ങനെ പരസ്പര പോകല്ല, ഒരു നാട് മുഴുവൻ പിന്തുണ കൊടുത്തുകൊണ്ട് അവരെ നല്ല പിന്തുണ കൊടുത്തുകൊണ്ട് പഠിപ്പിക്കണം. പരിപാടിയിൽ SSLC, +2, NM/MS പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ഉപഹാരം നൽകി ആദരിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ M. പ്രീതി സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ PTA പ്രസിഡന്റ് MM മുഹമ്മദ് ഹനീഫ അധ്യക്ഷനായി. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ മുഖ്യ അതിഥിയായി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P. നിർമ്മലാദേവി, പഴയന്നൂർ ബ്ലോക്ക് വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ M. സുചിത്ര, ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ PA യൂസഫ്, ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ KR ഗിരീഷ്, ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ബിന്ദു, പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം M. നൌഫൽ, ഗ്രാമപഞ്ചായത്ത് അംഗം താജുന്നീസ, SMC ചെയർമാൻ സുബിൻ ചെറുതുരുത്തി, മാതൃസംഗമം പ്രസിഡന്റ് KK സുജിത, ഡെപ്യൂട്ടി ഹെഡ് മിസ്ട്രസ് കൃപാകൃഷ്ണൻ, ഹയർ സെക്കൻഡറി സ്റ്റാഫ് സെക്രട്ടറി ജോസ് ജെയിംസ്, ഹൈസ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി അനസ് ബാബു തുടങ്ങിയവർ പരിപാടിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. സ്കൂളിൽ നിന്നും വിരമിച്ച അധ്യാപകരായ രാജേശ്വരി, ശ്യാമള, ഉഷാദേവി എന്നിവരെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. സേവന മേഖലകൾ സ്വകാര്യവൽക്കരിക്കുന്നത് വ്യാപക ദുരിതത്തിനിടയാക്കുമെന്ന് മന്ത്രി P. പ്രസാദ്. പാലക്കാട്ട് കേരള ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് ഫെഡറേഷൻ AITUC ജില്ലാ സമ്മേളനം. വൈദ്യുതി മേഖലയിലെ കേന്ദ്ര പരിഷ്കാരങ്ങൾ കാർഷിക വ്യാവസായിക മേഖലകളെ തകർക്കുമെന്നും മന്ത്രി. രാജ്യത്തെ രാഷ്ട്രീയ ഭരണകൂടത്തിന്റെ പിടിവാശികൾ ന്യൂനപക്ഷ ക്ഷേമത്തിന് തടസ്സമാകുന്നുണ്ടെന്ന് മന്ത്രി K. കൃഷ്ണൻകുട്ടി. കേരളത്തിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന 190ഓളം പ്രദേശങ്ങളിൽ ഇന്നും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാനായിട്ടില്ല. മതസാമുദായിക ചിന്തകളും ന്യൂനപക്ഷ ക്ഷേമത്തിന് വെല്ലുവിളിയെന്നും മന്ത്രി. പാലക്കാട്ട് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷന്റെ ജില്ലാ സെമിനാർ. ലക്ഷ്യം അവകാശങ്ങളും ആനുകൂല്യങ്ങളും സംബന്ധിച്ച ബോധവൽക്കരണം. ഭരണക്കാർ കോർപ്പറേറ്റ് ഏജന്റുമാരാകുമ്പോൾ വ്യാപാരികളാണ് ഏറ്റവുമേറെ ക്രൂശിക്കപ്പെടുന്നതെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര. വ്യാപാരികൾക്ക് വോട്ട് ബാങ്കായി മാറാൻ കഴിയണം. വ്യാപാരികളെ ദ്രോഹിക്കുന്ന സർക്കാരിനെതിരെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മറുപടി നൽകും. കുളപ്പുള്ളിയിൽ KVVES ജില്ലാ തെരഞ്ഞെടുപ്പ് യോഗം. ബാബു കോട്ടയിൽ ജില്ലാ പ്രസിഡന്റായി തുടരും.
അധ്യാപകരുടെ അവകാശങ്ങൾക്കായി ശബ്ദിക്കാൻ കഴിയുന്നില്ലെങ്കിൽ CPM അനുകൂല സംഘടനയായ KSTയെ പിരിച്ചുവിടണമെന്ന് പാലക്കാട് DCC പ്രസിഡന്റ് A. തങ്കപ്പൻ. ഇടതു സർക്കാർ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ തകർത്തു. അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ഒരുപോലെ ദ്രോഹിക്കുന്ന സർക്കാരാണ് ഇതെന്നും A. തങ്കപ്പൻ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പാലക്കാട് കളക്ടറേറ്റിലേക്ക് KPSTA നേതൃത്വത്തിൽ അധ്യാപകരുടെ മാർച്ചും ധർണയും. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.